അങ്ങനെ ഞങ്ങളും കണ്ടു. പടം കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞു. 2 ദിവസം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസമാണെന്ന്. രണ്ടാമത്തെ ദിവസം ജോലി കഴിഞ്ഞിട്ട് ഞങ്ങൾ നൈറ്റിന് വന്നിട്ടാണ് ബർമിയാണ് സിനിമ കണ്ടത്. സിനിമയുടെ ഒരു ചെറിയ റിവ്യൂ എന്ന് പറയാൻ പറ്റില്ല, ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ പറയാം. അപ്പോൾ വെൽക്കം ടു അവർ ചാനൽ, അവർ ഡ്രീംസ് ആൻഡ് ഡയറീസ്. ഫിലിമൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വീട്ടിലെത്തിയതിന് ശേഷമാണ് സിനിമയെ പറ്റി ബാക്കി പറയാമെന്ന് വിചാരിച്ചത്. തിയേറ്ററിൽ വെച്ച് തന്നെ പറയണമെന്നുണ്ടായിരുന്നു. കാരണം തിയേറ്ററിൽ നിന്ന് പടം കണ്ടിട്ട് ഭയങ്കര ആവേശത്തോടുകൂടിയാണ് പോകുന്നത്. അപ്പം തന്നെ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ അവിടെ ഭയങ്കര ഒച്ചപ്പാടായിരുന്നു. ഈ ഒരു സിനിമേനെ പറ്റിയുള്ള റിവ്യൂ ഒക്കെ നമ്മളെല്ലാവരും ഒരുപാട് കേട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് സിനിമ കണ്ടുകഴിയുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ, അതൊന്ന് പറയാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത്. ഞങ്ങൾക്ക് സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ കുറച്ച് നെഗറ്റീവ് റിവ്യൂ ഒക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. നെഗറ്റീവ് പറഞ്ഞ കാര്യങ്ങൾ അതിലുണ്ട്. എന്നാൽ കൂടി മേക്കിംഗ് കൊണ്ട് പൃഥ്വിരാജ് പടം അടിപൊളിയാക്കിയിട്ടുണ്ട്. മോഹൻലാലിൻ്റെ ഇൻട്രോ സീൻ, അതേപോലെ തന്നെ പൃഥ്വിരാജിൻ്റെ ഇൻട്രോ, മഞ്ജു വാര്യൻ്റെ പെർഫോമൻസ്, അങ്ങനെ അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മേക്കിംഗ് ആണ് ഒരു ഇൻ്റർനാഷണൽ ലെവലാണ്. നമ്മുടെ പടമാണെന്ന് കണ്ടാൽ പോലും തോന്നില്ല, അതേപോലെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. മഞ്ജു വാര്യരുടെ റോള് പ്രത്യേകം എടുത്തു പറയാനുണ്ട് കേട്ടോ, നല്ല അടിപൊളി റോളാണ്. പിന്നെ ടോവിനോ ചെയ്തിരിക്കുന്നതും നന്നായിട്ടുണ്ട്. മോഹൻലാലിൻ്റെ ഇൻട്രോ കഴിഞ്ഞിട്ട് പിന്നെയും കുറേ ഇൻട്രോകൾ, മിക്ക സീനുകളും ഒരു ഇൻട്രോ പോലെ എടുത്തിരിക്കുന്നത്, നല്ല രസമായിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് സ്റ്റീഫൻ ആ റോളാണ് ഇഷ്ടപ്പെട്ടത്. മുണ്ടൊക്കെ എടുത്ത് വരുന്ന ആ റോളാണ് ഇഷ്ടപ്പെട്ടത് മറ്റതിനേക്കായും. പിന്നെ ഒരു ഇഷ്ടക്കുറവ് പോലെ ഫീൽ ചെയ്തത് എൻ്റെ ക്ലൈമാക്സിൽ വന്ന ആക്ഷൻ സീൻ, അതങ്ങോട്ട് കുറേ നീണ്ടു പോണ പോലെ തോന്നി. പിന്നെ ഒരു ആക്ഷൻ്റെ BGM-ആയിട്ട് ഒരു പാട്ട് ഇട്ടിരിക്കുന്നു, അതെന്തോ ഒരു സുഖമല്ലുണ്ട്. അവിടെ കുറച്ചും കൂടി BGM-ആയിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് തോന്നിയായിരുന്നു. മൊത്തത്തിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു സുഖമില്ലായ്മയുണ്ട്. പക്ഷേ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നമ്മൾ ശ്രദ്ധിക്കത്തില്ല, കാരണം നമ്മൾ ഇതിൻ്റെ മേക്കിങ്ങിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകും. വിഷ്വലുള്ള അതിൻ്റെ ഒരു സെറ്റപ്പാണ് നമ്മൾ എപ്പോഴും നോക്കുന്നത്. പിന്നെ ഈ ആക്ഷൻ സീനിൽ കോടാലിക്കൊക്കെ വെട്ടിയിട്ട് ഇങ്ങനെ മേളിൽ പൊക്കി പിടിച്ചോണ്ടൊക്കെ നിൽക്കുന്ന സീനുകളൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ എന്തോ ലൂസിഫറിലും കണ്ടിട്ട് ഇതിലും കൂടി കണ്ടപ്പോൾ അത് വേണ്ടായിരുന്നു തോന്നി. പിന്നെ കടുവള് പോലെ നല്ല ആ സോങ് അത് വന്നപ്പോൾ അത് നല്ലൊരു ആവേശം പോലെ തോന്നി. ഒരു കാട്ടിൽ വെച്ചുള്ളൊരു ആക്ഷൻ സീനുണ്ട്, അതിലിങ്ങനെ ലേസറിൻ്റെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്, അതൊക്കെ ഭയങ്കര കിടുവായിട്ട് തോന്നി. അതൊക്കെ നമുക്കൊരു എന്തോ ഒരു ആവേശം തരുന്ന സീനുകളൊക്കെ ആയിരുന്നു. അങ്ങനെ മൊത്തത്തിൽ നമുക്ക് നമ്മൾ പൈസ കൊടുക്കുന്നതിനുള്ള കാണാനുണ്ട്, അതുപോലെ പടം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പടമൊക്കെ എല്ലാവരും പോയി കാണുക. പടം കണ്ടിട്ട് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഞങ്ങൾക്ക് ഇന്ന് തിയേറ്ററിൽ പോയപ്പോൾ നിറയെ ആൾക്കാരുണ്ടായിരുന്നു. എന്നാൽ തന്നെ 2-3 ഞങ്ങൾ പോയ സിനി വേൾഡിൽ ഐമാക്സിലാണ് ഞങ്ങൾ പോയത്. ഐമാക്സിൽ അല്ലാണ്ട് തന്നെ വേറെ ഷോസും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിറയെ ആൾക്കാരായിരുന്നു തിയേറ്ററിന് പുറത്തും അകത്തും. അത്ര ആളുകളുടെ ഇടയിൽ തന്നെ സിനിമ കാണാമെന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രത്യേക സുഖമാണ്. അപ്പോൾ എല്ലാവരും ഈ സിനിമ അങ്ങനെ കൂടുതൽ ആൾക്കാർ കാണുന്ന തുടക്ക സമയത്ത് തന്നെ പോയി കാണുക. കണ്ടിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് പറയാം. സിനിമ കണ്ടവരൊക്കെ അഭിപ്രായം പറയാം. താങ്ക് യു.